അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ 100 കോടി രൂപ അവർക്ക് ഓഫർ കൊടുത്തു എന്ന് പറയുന്നു. നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് മതങ്ങൾക്കും ജാതികൾക്കും അതീതമായി നമ്മൾ പുലർത്തുന്ന ഐക്യമാണ്. എന്നാൽ ഈ സൗഹാർദ്ദത്തെ തകർക്കാൻ പല കോണുകളിൽ നിന്നും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ജനം ടി വിയിലെ ഒരു ചർച്ചയിൽ പ്രമുഖ സംവിധായകനും വിശ്വ ഹിന്ദു പരിഷത്ത് അഥവാ VHPയുടെ സംസ്ഥാന അധ്യക്ഷനുമായ വിജി തമ്പി നടത്തിയ ഒരു വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. മതം മാറാൻ വേണ്ടി, ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഒരു നായിക നടിക്ക് 100 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഒരു സിനിമാ സംവിധായകൻ എന്നതിലുപരി ഒരു ഹിന്ദുത്വ സംഘടനയുടെ ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഈ പ്രസ്താവന നടത്തുമ്പോൾ അതിൽ എത്രത്തോളം സത്യമുണ്ട്? മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഒരു നായിക നടി, ആ നായിക നടിക്ക് 100 കോടി രൂപ ഓഫർ ചെയ്തെന്ന് പറയുന്നു. അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ, അവർക്കിപ്പോൾ കുടുംബമില്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്, അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ 100 കോടി രൂപ അവർക്ക് ഓഫർ കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് വളരെ വലിയ രീതിയിൽ നടക്കുന്നു. ഈ വീഡിയോ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്ന കാര്യം എത്രത്തോളം യുക്തിഭദ്രമാണ്. ഒരു നടിക്ക് മതം മാറാൻ വേണ്ടി 100 കോടി രൂപ. ആലോചിച്ചു നോക്കൂ, ഈ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ഇത്രയും വലിയ തുക മതം മാറാൻ വേണ്ടി വാഗ്ദാനം ചെയ്യാൻ സാധിക്കുമോ? ഇതിൽ ഉത്തരം കിട്ടാത്ത 3 വലിയ ചോദ്യങ്ങളുണ്ട്. 1, ആരാണ് ആ നടി? 2, ആരാണ് ആ പണം വാഗ്ദാനം ചെയ്തത്? അത് വ്യക്തിയാണോ അതോ സംഘടനയാണോ? 3, ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ? വിജി തമ്പി ഇതൊന്നും വ്യക്തമാക്കുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ നേതാവ് ഇത്രയും ഗൗരവകരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവ് ഹാജരാക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ലേ? വെറുതെ വായുവിൽ ഒരു ആരോപണം എറിഞ്ഞിട്ട് മുങ്ങുകയല്ലേ വിജി തമ്പി ഇവിടെ ചെയ്യുന്നത്? ഒരു പ്രത്യേക മതവിഭാഗത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക എന്നതിലുപരി ഈ പ്രസ്താവനയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഒരു വാർത്ത കേൾക്കുമ്പോൾ അത് അപ്പടി വിശ്വസിക്കണോ? വിശുദ്ധ ഖുർആൻ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. അൽ ഹുജറാത്ത് അധ്യായത്തിലെ 6-ാം വചനത്തിൽ ഖുർആൻ നമ്മളോട് വ്യക്തമായി പറയുന്നു, സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം. അറിയാതെ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് നിങ്ങൾ ആപത്ത് വരുത്തുകയും എന്നിട്ട് ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി. ഈ വചനത്തിൻ്റെ അർത്ഥം എത്ര ആഴമേറിയതാണ്. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്, അന്വേഷിക്കണം. അറിവില്ലായ്മ കൊണ്ടോ ആരെങ്കിലും പറയുന്നത് കേട്ടോ ഒരു ജനതയ്ക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്നത് ഇസ്ലാമികമായി വലിയ പാപമാണ്. വിജി തമ്പി പറയുന്ന കാര്യങ്ങൾ തെളിവില്ലാത്തതാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുക എന്നതല്ല, മറിച്ച് അദ്ദേഹം പറയുന്നത് സത്യമാണോ എന്ന് അന്വേഷിക്കുക എന്നതാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. ഒരു മതത്തെയോ സമൂഹത്തെയോ അപമാനിക്കാൻ ഇത്തരത്തിൽ തെളിവില്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുന്നവർ ഇസ്ലാം നൽകുന്ന ഈ പാഠം ഓർക്കുന്നത് നല്ലതാണ്. ജനം TV പോലുള്ള ചാനലുകൾ ഇത്തരത്തിൽ വർഗീയത ആളിക്കത്തിക്കുന്ന വാർത്തകൾ ചർച്ചയാക്കുമ്പോൾ നമ്മൾ കേരളീയർ ഓർക്കേണ്ടത് ഒന്നു മാത്രമാണ്. മതം എന്നത് ആത്മീയമായ ഒന്നാണ്. അതിനെ പണത്തിൻ്റെ പേരിൽ വിലക്കെടുക്കാൻ സാധിക്കില്ല. ലവ് ജിഹാദ് എന്നോ മതം മാറ്റം എന്നോ പറഞ്ഞ് വർഗീയത കുത്തിവെക്കാൻ നോക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മലയാളിക്ക് ഇതിനപ്പുറം ചിന്തിക്കാൻ കഴിവുണ്ട്. നമ്മൾ വികസനത്തെക്കുറിച്ചും തൊഴിലിനെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചും സംസാരിക്കേണ്ട കാലഘട്ടമാണിത്. പകരം തെളിവില്ലാത്ത നുണകൾ പറഞ്ഞ് നമ്മളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നവർ കേരളത്തിൻ്റെ മതേതര മനസ്സിനെയാണ് മുറിവേൽപ്പിക്കുന്നതും അവഹേളിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുക. തെളിവില്ലാതെ ആരെയും ആക്ഷേപിക്കാൻ ആർക്കും അവകാശമില്ല. മതം മാറുന്നതിന് വേണ്ടി മലയാളത്തിലെ ഒരു നായിക നടിക്ക് 100 കോടി രൂപ ഓഫർ നൽകി എന്നതിന് വിജി തമ്പിക്ക് തെളിവുണ്ടെങ്കിൽ അത് പുറത്തുവിടട്ടെ. അല്ലാത്ത പക്ഷം ഇത്തരം പ്രസ്താവനകളെ നമ്മൾ പുച്ഛിച്ചു തള്ളണം. കേരളത്തിൻ്റെ സൗഹാർദ്ദം തകർക്കാൻ ആരെയും അനുവദിക്കരുത്. വിദ്വേഷത്തിൻ്റെ കൂടെയല്ല, സത്യത്തിൻ്റെ കൂടെ നിൽക്കുക. സമൂഹ നന്മയെ ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സത്യം തുറന്നുകാട്ടാൻ എന്നും കൂടെയുണ്ടാകും. നന്ദി.